നമസ്കാരം. 2.5 വയസ്സുള്ള തന്റെ പൊന്നോമനയെ കഴുത്തറുത്ത് കൊന്ന ശേഷം മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഈ അവസാന മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. ഇതൊരു വലിയ ഞെട്ടൽ തന്നെയാണ്. എന്റെ കാഴ്ചപ്പാടിൽ 2 കാരണങ്ങളാണ് ഇത് കാണുന്നത്. ആ 2 കാരണങ്ങളും വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. നാളിതുവരെ നമ്മൾ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുള്ള മാതാവിനെയും കുട്ടികളെയും, അതുപോലെ നേരത്തെ മറ്റൊരു മാതാവും കുട്ടിയും, ഇത് രണ്ടും 2 കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇന്നത്തെ ഈ ഒരു മരണം എന്ന് പറയുന്നത്, ഈ മാതാപിതാക്കളും ഈ കുട്ടിയും അത് മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ സമൂഹത്തിനും മെഡിക്കൽ സയൻസിനും പങ്കുണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് വളരെ പ്രാധാന്യമുള്ളത്. 2.5 വയസ്സുകാരനെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്നതിന്, മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. വളരെ ശാന്തമായി സമാധാനപൂർവ്വം ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് എന്നാണ് ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും പറയുന്നത്. അവരെല്ലാവരും പറയുന്നു യാതൊരു വിഷയമില്ല. അജീഷ് എന്നാണ് ആ പിതാവിന്റെ അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ പേര്, ആ സഹോദരന്റെ പേര്. അജീഷ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളല്ല, ശാന്ത സ്വഭാവക്കാരനായിരുന്നു. അവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ആരോടും ആവശ്യത്തിലധികം സംസാരിക്കുന്ന ഒരു ശീലമില്ല, ആവശ്യമില്ലാതെ ഇടപെടുന്ന ശീലമില്ല. തങ്ങളുടെ കുടുംബകാര്യങ്ങൾ നോക്കി സന്തോഷപൂർവ്വം ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ, നേരത്തെ അജീഷ് വിദേശത്ത് ജോലി ചെയ്തിരുന്നു, പക്ഷേ രക്ഷപ്പെട്ടില്ല. നാട്ടില് അദ്ദേഹം ഒരു വീട് വെച്ചു. അറിയാമല്ലോ, ഏതൊരു കുടുംബത്തിന്റെയും സങ്കല്പമാണ് ഒരു വീട് എന്ന് പറയുന്നത്. എന്നാൽ കടബാധ്യതകൾ അധികരിച്ചു. അത്തരത്തിൽ അധികരിച്ച് കടബാധ്യതകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട് വിൽക്കേണ്ടി വന്നു. അതിനുശേഷം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റുകയാണ്. അവിടെ തന്നെ മാനസികമായ ഒരു തളർച്ച ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയം വേണ്ട. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തുടർന്നുള്ള ശിഷ്ടകാലം താമസിക്കാൻ വേണ്ടി, വസിക്കാൻ വേണ്ടി, ഒരു മനസ്സിന് സന്തോഷകരമായ വിധത്തിലൊരു സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു വീടുണ്ടാക്കുക. ആ വീടിൽ സന്തോഷപൂർവ്വം താമസിച്ച് വരുമ്പോൾ കടബാധ്യതകൾ ഏറി അത് വിൽക്കുക. ഇന്ന് നമ്മുടെ മലബാറിലും അതുപോലെ മധ്യ തിരുവിതാംകൂറിലും ഒക്കെ കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രതിഭാസമാണ് സ്വന്തം വീട് വിൽക്കുക എന്നുള്ളത്. യൂട്യൂബ് തുറക്കാൻ വയ്യ. യൂട്യൂബിലും അതുപോലെ മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഇത്തരത്തിൽ വീടുകൾ വിൽക്കാൻ വെച്ചിട്ടുള്ള വാർത്തകളാണ് കാണുന്നത്. അതിന്റെയൊക്കെ പിന്നിൽ വലിയ കടബാധ്യതകളാണ്. എന്നാൽ അജീഷിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയ ഒരു കടബാധ്യത മാത്രമല്ല, അല്ലെങ്കിൽ ബാധ്യത മാത്രമല്ല ഇവിടെ വരുന്നത്. അതിലേറെ മാനസിക സംഘർഷമുണ്ട്, മാനസിക പ്രയാസമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോ ജനസംസാരം പറയുന്നത്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സൂചനയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അജീഷിന് ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു എന്നാണ്. ഇവിടെയാണ് ഞാൻ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അജീഷിന്റെ മരണത്തിൽ എന്ന് പറയാൻ കാരണം, അജീഷിന്റെയും കുടുംബത്തിന്റെയും മരണത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്ന് പറയാൻ കാരണം, ഈ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു മാരക രോഗമാണ് എന്നും, ഈ ക്യാൻസറിന് ചികിത്സയേ ഇല്ല എന്നും, ക്യാൻസർ പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് പറഞ്ഞ് മരണമല്ലാതെ പിന്നെ ഒരു രക്ഷയുമില്ല എന്നും, എത്ര കണ്ട് ചികിത്സിച്ചാലും തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ച് ചികിത്സിച്ചാലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നുമുള്ള ഒരു മാനസിക ചിന്ത ലോകത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വിശേഷിച്ച് മലയാള ലോകത്തിൽ അതുണ്ട്. എത്ര തന്നെ ചികിത്സിച്ച് ഭേദമാക്കാന്ന് പറഞ്ഞാലും ക്യാൻസറിന്റെ അവസാന സ്റ്റേജിൽ മരണം തന്നെയാണ്. വേദന തിന്നുള്ള മരണം, കീമോ, റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞുള്ള മരണം. ആ മരണത്തെയാണ് കൊല്ലുന്നത്. ആ സമയത്ത് തങ്ങളുടെ മക്കൾക്ക് വേണ്ടി, തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടുള്ള മുഴുവൻ സമ്പാദ്യവും നശിച്ച് നാരായണക്കല്ലിളകി, ചുറ്റും കടമിളകി, ബന്ധുക്കളാലും നാട്ടുകാരാലും വെറുത്ത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ബാധ്യതയായി മരണപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം മുമ്പേ തീരുന്നതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിപ്പോയെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ അജീഷിനെ പോലെ കുടുംബം ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമല്ലാതെ പിന്നെ ആരുടെ ഉത്തരവാദിത്വമാണ്? സാമ്പത്തിക പ്രയാസമുണ്ട്. ഇന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം സാധാരണക്കാർക്കും സാമ്പത്തിക പ്രയാസമുണ്ട്. ഒരു സാധാരണ കുടുംബമായതുകൊണ്ട് തന്നെ ഇവിടെ അജീഷിന്റെ മുറിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കുഞ്ഞിനെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യാം, ദമ്പതികൾ ആത്മഹത്യ ചെയ്യുക. അച്ഛനും അമ്മയും അവിടെ അജീഷിന്റെ മാതാപിതാക്കൾ ആ വീട്ടിലുണ്ട്. പക്ഷെ അവരറിയുന്നില്ല. കുറെ വൈകി എഴുന്നേക്കാതെ വരുമ്പോൾ വിളിക്കുമ്പോഴാണ് അറിയുന്നത്. അങ്ങനെ മറ്റുള്ളവരെ ഒക്കെ വിളിച്ചുകൂട്ടി വാതിൽ തുറക്കുമ്പോൾ ആ സ്വാഭാവികത മരണത്തിലേക്ക് കലാശി നിൽക്കുന്നവർ കണ്ടു. അജീഷിന്റെ മാതാപിതാക്കളുടെ ഒരു പ്രതീക്ഷ ഒന്ന് ആലോചിച്ച് നോക്കൂ. അജീഷിനെ ഇത്തരത്തിൽ മരണത്തിൽ തള്ളിവിട്ടതിന് ഈ മോഡേൺ മെഡിക്കൽ സയൻസിന് പങ്കില്ലേ? ക്യാൻസർ എന്ന് കഴിഞ്ഞാൽ ഒരു മാരക രോഗമാക്കി ചിത്രീകരിക്കുന്നത് എന്തിന്? മറ്റ് വിഭാഗങ്ങളിൽ, ചികിത്സാ വിഭാഗങ്ങളിൽ ഞാൻ വീണ്ടും ഈ അജീഷിന്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയെ സ്മരിക്കാതെ പോകാൻ പറ്റുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് ആദ്യം ക്യാൻസർ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലി കൊണ്ട് ക്യാൻസർ വരുന്നു. അതൊരു വൈദ്യൻ അദ്ദേഹത്തിന്റെ ആയുഷ് ചികിത്സാ രീതികൾ കൊണ്ട് കൃത്യമായി ചികിത്സിച്ച് ഏതാണ്ട് 21 ദിവസം കൊണ്ട് ഭേദപ്പെടുത്തുന്നു. എന്നിട്ടൊരു ഉപദേശം കൊടുത്തു, താങ്കളുടെ ജീവിതം ഇന്ന രീതിയിലായതുകൊണ്ടാണ് ഈ അസുഖം വന്നിട്ടുള്ളത്, അതുകൊണ്ട് അതൊന്ന് മാറ്റി പിടിക്കണം. എന്നാൽ
ജീവിതകാലം മുഴുവൻ ക്യാൻസർ ഇല്ലാതെ സുഖമായി ജീവിക്കാം. പക്ഷെ നമ്മുടെ ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശൈലിയെ പിന്തുടർന്ന് പോകുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു വയസ്സായ പ്രായമുള്ള കാലത്ത് മുഖ്യമന്ത്രിയൊക്കെ ആയ ആ സമയത്ത് അദ്ദേഹം ഒരു ജനപ്രിയനായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഇറങ്ങിപ്പായുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഫയലുകളുടെ നോട്ടവും ആ യാത്രയും എല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തെ വീണ്ടും താളം തെറ്റിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ ക്യാൻസർ അദ്ദേഹത്തിന് പിടിപെട്ടു. വീണ്ടും ഇതേ വൈദ്യന്റെ അടുത്ത് ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ, ഡോക്ടറുടെ അടുത്ത് ചികിത്സിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹം 4 തെറി വിളിച്ചിട്ടാണെങ്കിലും വീണ്ടും മരുന്ന് കൊടുത്തു. വീണ്ടും 10-21 ദിവസം കൊണ്ട് വീണ്ടും അസുഖം മാറി. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഈ അസുഖം മാറിയതിനു ശേഷം വീണ്ടും ഇനി ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് ചിരിച്ചുകൊണ്ടെങ്കിലും അദ്ദേഹം പകുതി തമാശയ്ക്കും ബാക്കി കാര്യമായി പറഞ്ഞു വിട്ടത് ഉമ്മൻചാണ്ടിക്ക് അറിയാം. എന്നാൽ അതിനുശേഷം 3ാം ഘട്ടത്തിൽ വീണ്ടും പഴയ ജീവിതശൈലി പിന്തുടർന്നപ്പോൾ വീണ്ടും അസുഖം വന്നപ്പോൾ വലിയ വിവാദമുണ്ടാക്കി, വലിയ കോളിളക്കം ഉണ്ടാക്കി. ഇവിടെ ആയുഷിൽ ചികിത്സിച്ചത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ക്യാൻസർ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മോഡേൺ മെഡിസിന്റെ ഒരു അലോപ്പതിയുടെ ഒരു വിഭാഗത്തിലേക്ക് തള്ളിവിട്ട കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇഞ്ചിഞ്ചായി വേദന തിന്ന് അദ്ദേഹം മരണപ്പെട്ടു. ഇങ്ങനെയുള്ള മാതൃകകളാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ്? വളരെ മാന്യമായി നല്ല ആരോഗ്യത്തോടെ ജീവിച്ചു വന്ന ഒരാളാണ്. ഒന്ന് ബയോപ്സിയിൽ ഒരു ക്യാൻസർ കോശങ്ങളുടെ എന്തോ ഒന്ന് എവിടെയോ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു ഭയപ്പെടുത്തി. അദ്ദേഹത്തിന് ആ വിധത്തിലുള്ള ട്രീറ്റ്മെന്റ്, കീമോയും റേഡിയേഷനും എല്ലാം കൊടുത്ത് അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളെ മുഴുവൻ നശിപ്പിച്ച് അവസാനം അദ്ദേഹത്തിന്റെ മരണം ക്യാൻസറിന്റെ മുരടിയിൽ കെട്ടിവെച്ചു കൊടുത്ത് അങ്ങനെ ജീവിതം അവസാനിപ്പിച്ചു. ഇതും നമ്മൾ കണ്ടു. ഇവർ രണ്ടുപേരും പ്രശസ്തരും ഈ സാമൂഹ്യ മണ്ഡലത്തിൽ, ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ ഉദിച്ചു നിന്നവരാണ് എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ 100 കണക്കിന് 1000 പേർ ക്യാൻസർ രോഗികളുണ്ട്. ഞാൻ പറയുന്നത് എല്ലാ ക്യാൻസർ രോഗങ്ങളെ അല്ല. ക്യാൻസർ എന്ന് പറയുന്ന സാധാരണ വന്നു പോകുന്ന, ഒരുപക്ഷെ എന്നിലും നിങ്ങളിലും ഒക്കെ പരിശോധിച്ചാൽ അത്തരം കോശങ്ങൾ കാണും. അപ്പോൾ അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നതും പോലും ക്യാൻസർ എന്നാണ് പറയുക. അപ്പോൾ അതിനെ പോലും പറഞ്ഞ് ഭയപ്പെടുത്തുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന വിധത്തിൽ മാനസികമായി അവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ അജീഷ് എന്ന് പറയുന്ന ഭർത്താവിന്, ആ പിതാവിന് ക്യാൻസർ ആണ് എന്ന് ചിന്തിക്കുമ്പോൾ ആ ഇണയും അതോടൊപ്പം ചിന്തിച്ചു പോകുന്നതിൽ എന്താണ് തെറ്റ് പറയാൻ പറ്റുക? തന്റെ ഭർത്താവിന്റെ ജീവിതം കഴിഞ്ഞു, ഇനി തങ്ങൾക്കൊരു ജീവിതമില്ല, ഭർത്താവില്ല എന്നുണ്ടെങ്കിൽ തന്റെ കാര്യം കഴിഞ്ഞു. അതാണ് പിന്നെ ചിന്തിക്കുന്നത്. തങ്ങൾ രണ്ടുമില്ലെങ്കിൽ പിന്നെ കുട്ടികൾ എങ്ങനെ, എന്റെ കുട്ടി എങ്ങനെ? അപ്പൊ കുട്ടിയെയും കൊന്ന് നമുക്ക് ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നവർ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ഈ സമൂഹം ഉത്തരവാദിയല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് രോഗത്തിനും ഫലപ്രദമായ ചികിത്സ ഉണ്ട്. പക്ഷെ എല്ലാ രോഗത്തിനും ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം ചികിത്സിക്കണമെന്ന് വാശി പിടിക്കുന്നിടത്താണ് കുഴപ്പം. ആ കാര്യത്തിൽ ഇവിടുത്തെ മന്ത്രിയും തെറ്റുകാരിയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ നമ്മുടെ ഭാരതത്തിന് തനത് ചികിത്സാ സംവിധാനങ്ങളുണ്ട്. പോരാത്തതിന് അയൽ രാജ്യങ്ങളിൽ നമുക്ക് വന്നിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ മറ്റു പലതുമുണ്ട്. അതിനെല്ലാം പുറമെ നമുക്കിവിടെ മോഡേൺ മെഡിസിൻ, എന്തെങ്കിലും അത്യാഹിത വിഭാഗവും മറ്റു കൈകാര്യം ചെയ്യാൻ വേണ്ടി അലോപ്പതി ശാസ്ത്രവും ഇവിടെ ഉണ്ട്, ആധുനിക വൈദ്യശാസ്ത്രവും ഇവിടെ ഉണ്ട്. ഇതെല്ലാം കൂടി സമന്വയിപ്പിക്കുമ്പോഴാണ് ഏത് രോഗത്തിന് ഏതാണ് ആപ്റ്റായ ചികിത്സ ഉള്ളത്, ഏതാണ് ഏറ്റവും ഫലപ്രദം എന്ന് നോക്കി എല്ലാത്തിനും ഒരേ പരിഗണന കൊടുത്ത് ചികിത്സിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. അതിന്റെ രക്തസാക്ഷിയാണ് അജീഷ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അജീഷും അജീഷിന്റെ ഭാര്യയും കുട്ടിയും എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. വളരെ പ്രതീക്ഷയുള്ള ഒരു കുടുംബമല്ലേ? സാമ്പത്തിക പ്രയാസം എല്ലാവർക്കും ഉണ്ട്. അത് ഇന്ന് വരും നാളെ പോകും എന്ന് നമ്മൾ തമാശ പണ്ട് പറയാറുണ്ട്. സാമ്പത്തികം ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ വയറിറുക്കി കെട്ടി നമുക്ക് ജീവിക്കാം. വാടക വീട്ടിൽ താമസിക്കാം, അല്ലെങ്കിൽ ചമ്മന്തിയും ചോറ് നിന്ന് നമുക്ക് ജീവിക്കാം. എന്ന് കോഴി ബിരിയാണിയും അതുപോലെ മട്ടൺ പപ്പാസും തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ. അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ മനസ്സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അപ്പോൾ അത്തരത്തിലൊരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും ഒക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. Different angles. Don't forget to subscribe and support this channel.